എൻ്റെ ഒരു മോർണിംഗ് റുട്ടീന് കണ്ടാലോ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഓരോ ദിവസം ഓരോ സമയത്തൊക്കെയാണ് ഞാൻ എഴുന്നേൽക്കാറ്. അന്നത്തെ ആവശ്യങ്ങൾ അനുസരിച്ചിരിക്കും. ടു ബി ഓണസ്റ്റ് ആദ്യം ചെയ്യുന്നത് ഫോൺ നോക്കി എന്തൊക്കെ മെസ്സേജ് വന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് വർക്ക് റിലേറ്റഡ് ആയിട്ടൊന്നും ചെയ്യാനില്ലാത്തൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. രാവിലെ എഴുന്നേറ്റ് കേർട്ടൻസ് ഒക്കെ ഓപ്പൺ ആക്കിയിടുമ്പോൾ ആ ഒരു വെളിച്ചം ഇങ്ങനെ റൂമിലേക്ക് കയറില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തന്നെ എൻ്റെ മൂഡൊക്കെ ഒന്ന് സെറ്റാവും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ രാവിലെ തന്നെ നല്ലോണം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കാറുണ്ട്. ബെഡൊക്കെ സെറ്റ് ആക്കിയിട്ട് നേരെ വാഷ്റൂമിലേക്ക്. ഇവിടുത്തെ വെതർ ചേഞ്ച് കാരണം കൊണ്ട് തന്നെ ഒന്നാമത് എൻ്റെ സ്കിന്ന് ഡ്രൈ ആണ്. അതിപ്പം എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫേസ് വാഷ് സ്വിച്ച് ചെയ്ത് ജെന്റൽ ആയിട്ടുള്ള ഒരു ക്ലെൻസറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ക്ലെൻസർ ആണ് HK വൈറ്റൽസിന്റെ കൊളാജിൻ ക്ലെൻസർ. എൻ്റെ സ്കിൻ ഡ്രൈ ആക്കാതെ ഫ്രഷ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആലോവേര, ബെറ്റൈൻ ഒക്കെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്ന് ഹീൽ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. എനിക്ക് തോന്നുന്നത് വിന്റേഴ്സിന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണിത്. അതിനുശേഷം മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കണം എന്ന് ആദ്യം പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം എല്ലാ ദിവസവും ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഞാൻ കുറേ സാധനം വാങ്ങിച്ച് വെക്കാറുമില്ല. എന്തായാലും ചീത്തയായി പോവാറുണ്ട് മിക്കവാറും. ഇന്ന് ഞാൻ എന്തായാലും വിചാരിക്കുന്നത് സ്ക്രാമ്പിൾഡ് എഗ്ഗും പിന്നെ മഷ്റൂം ഉണ്ടായിരുന്നു. അപ്പം മഷ്റൂമും ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഫ്രൂട്ട്സിനായിട്ട് സ്ട്രോബെറി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു സിമ്പിൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് റെഡിയാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞാൻ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്നത് HK വൈറ്റൽസിൻ്റെ കൊളാജിൻ ഡ്രിങ്ക് ആണ്. ഒരുപാട് സ്കിൻ ബെനിഫിറ്റിംഗ് ന്യൂട്രിയൻസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇത്. കുറച്ച് കാലമായിട്ട് ഡെയിലി 1 ഗ്ലാസ് ഓഫ് കൊളാജിൻ കൺസ്യൂം ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഡൾനെസ്, സാഗി സ്കിന്നൊക്കെ ആണെങ്കിൽ ഇത് കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണ്. നമ്മളെ ഡയറ്റിൽ ഗുഡ് കൊളാജിൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, സ്കിന്നിന് നല്ല ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ സ്ലീപ്പ് സൈക്കിളൊക്കെ നന്നായിട്ടിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് കൊളാജിൻ പെപ്റ്റൈഡ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഹൈൽഡ്രോണിക് ആസിഡ് ഒക്കെയാണ്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 8 വീക്സ് യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് റിസൾട്ട്സ് ഒക്കെ നന്നായിട്ട് വിസിബിൾ ആയിട്ട് കാണാൻ തന്നെ പറ്റും. ഓവറോൾ HK വൈറ്റൽസിന്റെ ഈ കൊളാജിന്റെ റിസൾട്ടിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഹെൽത്തി ബോഡി ആൻഡ് ഹെൽത്തി സ്കിൻ അച്ചീവ് ചെയ്യാനായിട്ട് ഇത് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം പ്രൊഡക്റ്റ് ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ലിങ്ക് ഒക്കെ കൊടുക്കുന്നതായിരിക്കും. HK വൈറ്റൽസിന്റെ വെബ്സൈറ്റിൽ സ്വാതിക 10 എന്നുള്ള ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യാണ് പ്രൊഡക്റ്റ് എങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട്സ് കിട്ടുന്നതാണ്. അപ്പം എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോർണറാണിത്, എൻ്റെ ഡ്രസ്സിങ് ഏരിയ. ഒരു പിങ്കിഷ് തീമിലാണ് ഞാൻ അവിടെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തത്. എനിക്ക് പിങ്ക് ഷെയ്ഡിലെ ഫ്ലവേഴ്സ് കിട്ടിയില്ല. അപ്പം ഇത് വെച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. മിക്ക ദിവസങ്ങളിലും കിച്ചണിൽ എനിക്ക് കൂട്ടായിട്ട് ഇങ്ങനെ പ്രാവുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റൊക്കെ നല്ലതായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വന്ന് നിൽക്കാറൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും ചെയ്യാൻ മടിയുള്ളൊരു കാര്യമാണ് ലോണ്ട്രീൻ്റെത്. അപ്പം വീക്ക്ലി വൺസോ ട്വൈസ് ഒക്കെയാണ് ഞാനിത് ചെയ്യാറുള്ളൂ. ഒരു കുന്ന് കൂടിയിരിക്കുന്ന സമയത്താണ് ഞാനൊക്കെ വാഷ് ചെയ്യാനിടാറ്. പിന്നെ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കേണ്ടിണ്ടായിരുന്നു. കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. അപ്പം വീക്ക്ലി വൺസ് ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട്. അധികം കൂടിപ്പോയാലും അത് പ്രശ്നമാണല്ലോ. പിന്നെ എനിക്ക് കുറച്ച് ഗ്രോസറീസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പം ഞാനിതാ റെഡി ആവുകയാണ്. എപ്പോഴും കുറേ ഗ്രോസറീസ് ഒന്നും ഞാൻ വീട്ടിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. മിക്കവാറും വിരക്കായിപ്പോവും. അതുകൊണ്ട് ഞാനിങ്ങനെ വേണ്ടപ്പം പോയിട്ട് വാങ്ങിക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ. എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കില്ല, എന്നാലും ഇന്നത്തത് ഇങ്ങനെയായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.